ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതുപോലെ ഇന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോവാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ടൗണിൽ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ബാങ്കിലൊക്കെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വന്നു. അതുപോലെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്. അപ്പോൾ വാവ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം വാവയ്ക്ക് പാർസലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പാർസലും. ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പാർസലെല്ലാം നല്ല അടിപൊളി ലുക്കായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഭാവിക്കുന്ന സ്ട്രോബെറി മുന്തിരിയൊക്കെ ഉമ്മി നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ ആൾക്ക് അതെടുത്ത് കൊടുത്തു കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അതുപോലെ ഈ ഒരു വീഡിയോ ഒക്കെ നോയമ്പിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ താമസിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആൾ പിന്നെ നല്ല കളിയും കാര്യങ്ങളുമായിരുന്നു. അതുപോലെ ഉച്ച ടൈമൊക്കെ ആയപ്പോൾ വാപ്പി വന്നപ്പോൾ കട്ട്ലേറ്റും അതുപോലെ തന്നെ മീറ്റ് റോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഇതുപോലെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. നല്ല ചൂട് സാധനമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന പാടെ തന്നെ ഞാനും ഇക്കായും ഒക്കെ കഴിക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്രഷായിട്ട് പൊരിച്ച് തരുന്നതാണ്. അതുപോലെ വലിയ എരിവും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഭാവിക്കും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അടുക്കളയിൽ ചെന്ന ടൈമിൽ ഉമ്മച്ച അച്ചാർ ഇടുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ടായ ചാമ്പങ്ങയാണ്. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ചാമ്പങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേയൊക്കെ ഉപ്പിലിടാത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. അപ്പോൾ പൊടിയൊക്കെ നല്ലപോലെ കുറച്ച് സിമ്പിളായിട്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ അതൊക്കെ കുറച്ച് സമയം നോക്കിയതിന് ശേഷം അപ്പോൾ ഉച്ചക്കത്തേക്ക് പണിയൊക്കെ ഉമ്മി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കൂന്തലിൻ്റെ റോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് വെട്ടം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറിലെല്ലാം കാണുന്നത്. ആക്ച്വലി നല്ല കളറാണ് കേട്ടോ കൂന്തൽ റോസ്റ്റിനൊക്കെ. പിന്നെ കൂർക്കം മെഴുക്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാവയുടെ കാല് വന്ന് ചവിട്ടി കളയാൻ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസത്തെ ഫംഗ്ഷൻ്റെ കുറച്ച് അവിയലും മിച്ചമുണ്ടായിരുന്നു. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഉമ്മച്ച അച്ചാറിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് അച്ചാർ. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയ ടൈമിൽ. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ വാവേനെ എടുത്തുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്കായി പോകുന്നത്. അങ്ങനെ നമ്മൾ ചോറും കൂർക്കം മെഴുക്കും അതുപോലെ തന്നെ അവിയലും എടുക്കുന്നുണ്ട് കേട്ടോ. അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിയലും എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ മത്തി പൊരിച്ചതും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു മത്തി പൊരിക്കുന്നത്. അത് നല്ല പച്ച മത്തിയുമായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം പതിവിലും കുറച്ച് കറികൾ കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം പുറമെ കുറച്ച് മീൻകറി എടുക്കുന്നുണ്ട്. പിന്നെ മോരും കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കറി ഉള്ളതുകൊണ്ട് പിന്നെ മോരൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷേ ഉമ്മച്ചയുടെ അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ആരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവളെ മടി വെച്ചോണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ എല്ലാ കറികളും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മീനൊക്കെ നല്ല ഫ്രഷുമായിരുന്നു. പിന്നെ ആൾ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ഒരുപാട് പാടുപെട്ടാണ് ആളിരുത്തി ഫുഡ് കഴിക്കുന്നത്, അടങ്ങിയിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ വാപ്പിയൊക്കെ വന്ന് വിളിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഫ്രണ്ടിലൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും തിണ്ണയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പി ഉമ്മി എത്താറായെന്ന് വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല കളറുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കടലാസ് ചെടിയാണ്, മിക്കവരുടെയും വീട്ടിലുള്ള സംഭവമൊക്കെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം വാപ്പി ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പി ഉമ്മയും ഇക്കായും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഉമ്മയും വാപ്പയും വന്ന ടൈമിൽ നമ്മൾ ഓൾറെഡി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവരാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ വരുന്ന വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ വാപ്പി ചൂടോടെ പോയി മീറ്റ് റോളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ചായയും നാരങ്ങ വെള്ളമൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുത്തത്.
പിന്നെ എല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ആ ടൈമിൽ വാപ്പി പോയി വാവയ്ക്ക് സ്ട്രോബെറിയും കൂടി മേടിക്കുന്നുണ്ട്. ആൾക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും കൂടി മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അതുപോലെ എൻ്റെ വീട് കോട്ടയത്താണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ 3 പേരും കേട്ടോ പുറകെ നിന്നത്. അപ്പോൾ എൻ്റെ ബ്രദറും ഉമ്മയാണ് കേട്ടോ അത്. അപ്പോൾ ഇക്കായും വാവയും ഫ്രണ്ടിലാണ് കേട്ടോ. ആൾ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. ആൾക്ക് ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മൂത്തുമാടെ വീട്. ഉമ്മയുടെ വീടും ആലപ്പുഴ തന്നെയാണ്. അതുകൊണ്ട് ഉമ്മയുടെ ബന്ധുക്കളെല്ലാം ആലപ്പുഴ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴും ഫുഡൊന്നും വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞിട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പവും ബീഫും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇക്കായും അതുപോലെ വാപ്പിയും മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി ആർക്കും തീരെ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് പുറമേ ആയിട്ട് തണ്ണിമത്തങ്ങ ജ്യൂസും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അതുപോലെ തണ്ണിമത്തങ്ങ ജ്യൂസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ചൂട് സമയത്ത് തണ്ണിമത്തങ്ങ കുടിക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നല്ല സുഖമാണ്. അങ്ങനെ അതെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ മൂത്തുമാടെ വീട്ടിലും വരുന്നത്. പണ്ട് മൂത്തുമാടെ മക്കളൊക്കെ ഉള്ള ടൈമിൽ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് കസിൻസൊക്കെ ആയിട്ട് കളിക്കാനും ഒക്കെ. പിന്നെ ലാസ്റ്റായിട്ട് ഒരുമിച്ച് കൂടിയത് ഈ ഒരു വീടിൻ്റെ കെയർ താമസത്തിനായിരുന്നു കേട്ടോ. അതും നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അതുപോലെ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിലെ എന്തോ റാലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പണ്ട് നമ്മളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ താലം അതുപോലെ ഭജനയൊക്കെ വരുമ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കും കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും കുറേ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ എത്താൻ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ തണ്ണീർമുക്കം എത്തിയിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് കേട്ടോ തണ്ണീർമുക്കം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. അപ്പോൾ വാപ്പി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവരാറുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വാപ്പി അങ്ങനെ കടയിലോട്ടൊക്കെ ഇറങ്ങി. വാപ്പി അങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന ടൈമിൽ വാവ് ഉമ്മയുടെ അടുത്തേക്ക് പോയി കേട്ടോ. ആൾ ഉറക്കപ്പിച്ചായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. വാപ്പി ഫ്രൂട്ട്സൊക്കെ മേടിച്ച്. അപ്പോൾ നമ്മൾ കുമരകത്തു നിന്നാണ് കേട്ടോ ഫ്രൂട്ട്സ് മേടിക്കുന്നത്. ഇനി അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല വീട്ടിലേക്ക്. അപ്പോൾ കോട്ടയത്ത് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെങ്ങളമൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ +1 +2 പഠിച്ചത്. അപ്പോൾ ചെങ്ങളം ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ പഠിച്ചത്. പണ്ട് സ്ഥിരമായിട്ട് വരുന്ന റൂട്ടാണ് കേട്ടോ ഇത്. പക്ഷെ പണ്ട് ഞങ്ങൾ പഠിച്ച ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇല്ലിക്കൽ ജംഗ്ഷനിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മളുടെ ഇല്ലിക്കൽ പാലം എത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു മീനച്ചിലാറ്റിലാണ് നമ്മൾ പണ്ടൊക്കെ തുണി അലക്കാനൊക്കെ വരിക. അതുപോലെ ആ ഒരു സൈഡിലായിട്ടായിരുന്നു കേട്ടോ പണ്ട് വാപ്പിയുടെ തറവാടൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. അങ്ങനെ പാലൊക്കെ ഇറങ്ങിയതിന് ശേഷം അകത്തേക്ക് ഒരു ചെറിയ പോക്കറ്റ് റോഡുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളെ വീട്. അതുപോലെ കറക്റ്റ് പറഞ്ഞാൽ നമ്മളെ ഇല്ലിക്കൽ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മളെ വീടൊക്കെ എത്തിയിട്ടുണ്ട്. അതുവരെ ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. അതുപോലെ വീട് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ സ്ഥലമൊക്കെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി. ഇനിയിപ്പോൾ സാധനമൊക്കെ ഇറക്കണം. അപ്പോൾ നമ്മൾ ട്രോളിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ സാധനം കൊണ്ടുവന്നത്. അപ്പോൾ വാവയുടെയും എൻ്റെയും ഇക്കയുടെയും എല്ലാം ട്രോളിയിലാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ഇക്ക കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വാവയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിമോട്ട് കൺട്രോളിൻ്റെ കാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടോയ്സും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് വേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ലുക്കുള്ള ഗ്ലാസ് ആയിരുന്നു. അതിനുശേഷം വാവേനെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ കാറിലൊക്കെ ബാറ്ററി ഒക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കുമായിരുന്നു. പിന്നെ എല്ലാ തവണയും ഞാൻ വരുന്ന ടൈമിൽ ഉമ്മയും വാപ്പയും വിളിച്ചു ചോദിക്കും എന്താ വേണ്ടത്, എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത്തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചക്ക മേടിച്ചത് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മി ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നീട് ഐസൂനെയും കൊണ്ട് വാപ്പി പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വലിയ കരച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാവേനെ ഇരുത്തി ഓരോന്നൊക്കെ കാണിച്ച് കളിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി. ഇവിടെ വന്നാലും കരച്ചിലും അലമ്പൊക്കെ ആയിരിക്കും കേട്ടോ വിചാരിച്ചത്. പക്ഷെ അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ നേരെ പോയി ഫ്രിഡ്ജ് തുറന്നു കേട്ടോ. എല്ലാ തവണയും പണ്ടാണെങ്കിൽ ശരി ഇപ്പോഴാണ് ശരി ഫ്രിഡ്ജ് തുറക്കാൻ ഭയങ്കര ആകാംക്ഷയാണ്. ഇത്തവണയാണെങ്കിൽ എനിക്ക് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് നിറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഹെർഷേഴ്സിൻ്റെ കിസസ് എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മെയിനായിട്ട് എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ ഗാലക്സീൻ്റെയും ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. പിന്നെ വന്ന ഉടനെ നമ്മൾ മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഇക്കയുടെ വാപ്പയും മീറ്ററോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നു വിട്ടായിരുന്നു കേട്ടോ കഴിക്കാത്തതുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാത്രി ആയപ്പോൾ ഉമ്മി അരിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇക്കയ്ക്ക് അതായത് എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ എൻ്റെ ബ്രദറിനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു അരിപ്പത്തിരി. അപ്പോൾ അതും ഉണ്ടാക്കുവാണ്. അതുപോലെ ഇത് കുറച്ച് കൂടുതലുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി ഞാനും പരത്തി പകുതി ഉമ്മയും പരത്താമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആദ്യം ഞാൻ തന്നെ പരത്തുവാണ് കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരത്തിയൊക്കെ എടുത്തു. പക്ഷെ ഞാൻ പരത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊടിമാവ് നല്ലപോലെ കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മീനോട് വാചകം അടിച്ച് ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം പരത്തിയെടുക്കാൻ പറ്റി കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലെത്തിയതിന് ശേഷം പെട്ട് തുറന്നപ്പോഴാട്ടോ മനസ്സിലായത് വീട്ടിലിടാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ ഉമ്മയുടെ നൈറ്റി ആട്ടോ ഇട്ടത്. ഒരു പകുതി അരിപ്പത്തിരിയൊക്കെ പരുത്തി കഴിഞ്ഞതിന് ശേഷം വാവ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അതെല്ലാം ഉമ്മീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എടുത്ത വീഡിയോ കേട്ടോ ബാക്കി കാണിക്കുന്നത്. ആ ഒരു ടൈമിൽ ഉമ്മി ബാക്കിയുള്ള അരിപ്പത്തിരിക്കെല്ലാം പരത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കനൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. രാവിലെ ഞങ്ങൾ വിളിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ പരത്തി വെച്ചതാണ് കേട്ടോ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അരിപ്പത്തിരിയും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ചിക്കനൊക്കെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരിപ്പത്തിരിയൊക്കെ ചുട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടി. അതുപോലെ ഞാൻ പരത്തിയ അരിപ്പത്തിരി ആയതുകൊണ്ട് തന്നെ നല്ല പൊടിമാവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 8:30 ആയ ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അരിപ്പത്തിരിയും തേങ്ങാപ്പാലും പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും ആയിരുന്നു കേട്ടോ രാത്രി നമ്മൾ ഡിന്നർ എന്ന് പറയുന്നത്. അങ്ങനെ വാവേനെ ഉമ്മീൻ്റെ ഏൽപ്പിച്ചതിന് ശേഷം ഞാനും ഇക്കായൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വാവ കുറച്ച് അലമ്പായതുകൊണ്ട് തന്നെ ആദ്യം ആൾക്കുള്ള അരിപ്പത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്കായും ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ വാവയ്ക്കുള്ള ഫുഡും കൊടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീട്ടിൽ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മി ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാപ്പിയൊക്കെ ഒരുപാട് ലേറ്റായിട്ട് കേട്ടോ കഴിക്കുക. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വാപ്പിയൊക്കെ കഴിക്കുക. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഫുഡൊക്കെ കഴിക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ചിക്കൻ ഫ്രൈ ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ വീട്ടിൽ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.